നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ ഇലക്ട്രൽ ബാലറ്റ് ഉപയോഗിക്കാതിരുന്നപ്പോൾ ഉണ്ടായ റിസൾട്ട് എത്രത്തോളം ശക്തവും വ്യക്തവുമായി BJPയെ തള്ളിക്കളയുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഏറ്റവും ധനികരായിട്ടുള്ള, ഒരുപക്ഷെ ഈ ലോകത്തെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള, ധനികരായിട്ടുള്ള, സ്വാധീനമുള്ള കോടീശ്വരന്മാരായിട്ടുള്ള, ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ BJPക്ക് വേണ്ടി അനുകൂലിക്കുകയും BJPയുടെ തുടർഭരണം ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെയൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴും അവർക്ക് EVM ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങളുടെ മനസാക്ഷി അവർക്ക് സ്വാധീനിക്കാൻ എപ്പോഴും കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പഞ്ചാബിൽ അട്ടിമറിയത്. ഒന്ന് ആലോചിക്കൂ, രാഘവ് ചന്ദയെ പോലൊരു നേതാവിനെ, കൃത്യമായി പറഞ്ഞാൽ ആം ആദ്മിയിൽ നിന്നുകൊണ്ട് രാഘവ് ചന്ദ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാജ്യസഭ MP എന്ന രീതിയിൽ തിളങ്ങുകയും പേരെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അത് കൃത്യമായി BJPയിലേക്കുള്ള വഴിവെട്ടലിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. രാഘവ് ചന്ദ മാത്രമല്ല, ഇത്തരത്തിൽ കൃത്യമായി ആട്ടും തോലിട്ട ചെന്നായ്ക്കളെ പോലെ പലരും പെരുമാറുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാവുന്ന കാര്യമാണ്. ആം ആദ്മി ഇത്രയും കാലം കോൺഗ്രസിനെ അള്ളുവെച്ചപ്പോൾ ചതിയുടെ ആ കൃത്യമായ കാഠിന്യം എത്രത്തോളം ഭയാനകമാണ് എന്ന് അവരും തിരിച്ചറിയുകയാണ്. നമുക്കറിയാം, മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെ മുക്തമാക്കിയതും അതുപോലെ തന്നെ മനീഷ് സിസോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വന്ന മാനനഷ്ടങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ ഒരു അന്തർധാര കൃത്യമായി സജീവമായിട്ടുണ്ട്. ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ദുർബലമാക്കിയ ആം ആദ്മി പാർട്ടി അവിടെ അരങ്ങുവാഴാൻ ശ്രമിക്കുന്നത്? ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ശരിയാണ് എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം. BJP ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടോ ആ സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസിൻ്റെ മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ നിലവിൽ ആം ആദ്മിയോളം ഈ ഇന്ത്യയിൽ തന്നെ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു പാർട്ടി ഇല്ല എന്ന് അവർ വിചാരിച്ചു വെച്ചിട്ടാണ് അവർ ഓരോയിടത്തും കയറിപ്പറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പഞ്ചാബിൽ അവർ അധികാരത്തിൽ താൽക്കാലികമായെങ്കിലും 2022 എത്തിയെങ്കിലും അത് എക്കാലവും നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കുറവാണെങ്കിൽ പോലും കോൺഗ്രസിനാണ് അപ്പർ എഡ്ജ് ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു മുൻതൂക്കം ഒരുപക്ഷെ സാധ്യമാകും. നല്ല രീതിയിലുള്ള ഭരണകർത്താക്കളെ കോൺഗ്രസ് കൃത്യമായി സംഭാവന ചെയ്താൽ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയപരമായി പറയാനുള്ളത്. പക്ഷേ പഞ്ചാബിൽ ഇനിയും കോൺഗ്രസ് ഒത്തിരിയധികം മാറേണ്ടതായി ഉണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിനെ നയിച്ചിരുന്ന സമയത്തൊക്കെ അദ്ദേഹം പാർട്ടി ഇപ്പോൾ മാറിയെങ്കിലും അദ്ദേഹം എടുത്തിട്ടുള്ള ശക്തമായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഒരുപക്ഷെ വെള്ളം ചേർക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പൊട്ടിപ്പാളീസായിപ്പോയത്. അത് തിരുത്തിയാൽ മാത്രം തിരിച്ചു വരാൻ കഴിയുന്ന നഷ്ടങ്ങൾ മാത്രമേ ഇപ്പോഴും പാർട്ടിക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളൂ.